പരിചയമുള്ള ആളാണ് നമ്മുടെ ചാനലിൽ. എസ്റ്റർ റോസാണ്, ഷിബുവേട്ടൻ്റെ ഇളയ മോളാണ്. ഇളയ മോളാണെങ്കിലും നമുക്ക് ഇവിടെ ഏറ്റവും വലിയ മൂത്തതായിട്ടാണ് ഞങ്ങൾ ഇവിടെ കാണുന്നത്. കാരണം അവൾ വേറെ ലെവലാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ സംഭവം? ക്രോഷേ ചെയ്ത പ്ലാന്റ്. എന്ത്? അപ്പോൾ ഈ അപ്പൻ്റെ ഭ്രാന്ത് മോക്കുണ്ടോ? അതായത് അപ്പൻ ശരിക്കും ഒറിജിനൽ നടന്നു, മോള് ചെറുതുണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇത് ക്രോഷേ കൊണ്ട്. എന്തൊക്കെയാണ് അതിന് വേണ്ടേ? ക്രോഷേ ചെയ്യാൻ നമുക്കൊരു ഹുക്ക് വേണം, പിന്നെ മെയിനായിട്ട് വേണ്ട നൂല് വേണം. എങ്ങനെയാണ് അത് ഇങ്ങനെ ഈ ഒരു ഡിസൈൻ എങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? ക്രോഷയുടെ ഹുക്ക് എടുക്കുക, പിന്നെ മാജിക് റിംഗ് ചെയ്യുക, പിന്നെ ഡബിൾ ക്രോഷേ ചെയ്യുക. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഞാൻ യൂട്യൂബ് വഴി. അപ്പോൾ യൂട്യൂബ് ചെയ്യുന്നതുകൊണ്ട് ഉപകാരമൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ എങ്ങനെ ഈ ഷേപ്പ് എങ്ങനെയാണ് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് ചെയ്യുന്നതാണോ അതോ? അല്ല, ഞാൻ റെഫറൻസ് നോക്കി ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോന്ന് നോക്കുമ്പോൾ അതേപോലെ തന്നെ വരാറുണ്ടോ? ചിലതൊക്കെ വേറെ പോലെ വരും, എന്നാലും കൂടുതലും അതേപോലെ വരാറുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു സംഭവം ഇവിടെ കണ്ടുവച്ചിട്ട് പോയി വീഡിയോ എടുക്കാൻ. അതാരാ കൊണ്ടേ? കസിൻ ചേച്ചി. എന്തായിരുന്നു സംഭവം? അത് ഹണിബി. ശരിക്കും ഒറിജിനൽ പോലെ ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ പോലും എടുത്തു വെച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല മനോഹരമാണ്. ഇനി നമുക്കിതൊരു ഒരു പരമ്പരയായിട്ട് തന്നെ അങ്ങ് തുടരാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.